ാണ് ഇന്നത്തെ പണിമുടക്ക്. രാജ്യവ്യാപകമായി 25 കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അടക്കം തന്നെ അവകാശപ്പെടുന്നത്. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഉച്ചയ്ക്ക് പ്രതിഷേധ സംഗമം നടത്തും എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്ക് തുടരുന്നത്. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. പണിമുടക്ക് ഇന്ന് രാത്രി 12 മണി വരെയാണ്. 24 മണിക്കൂർ പണിമുടക്കിൽ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ നിന്നും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യ സർവീസുകൾ നടക്കുമ്പോൾ ചിലയിടങ്ങളിൽ ബസ് KSRTC ബസ് അടക്കം യൂണിയൻ പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യവുമുണ്ട്. എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നിവയും ഈ 17 ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. 10 വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ആശുപത്രി, പാൽ, പത്രം അടക്കമുള്ള അവശ്യ സേവനങ്ങളെ നിലവിൽ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ യാത്രക്കാർ വലിയ രീതിയിൽ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബസ് സ്റ്റാൻഡുകളിൽ ഈ യാത്രക്കാർ ബസ്സിനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KSRTCയാണ് പ്രധാനമായിട്ടും ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ജനങ്ങൾ ആശ്രയിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല. ദേശീയ പണിമുടക്ക് തുടരുന്നു. കൊച്ചിയിൽ സർവീസ് നടത്താൻ ശ്രമിച്ച KSRTC ബസ്സിനെതിരെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു എന്നതടക്കമുള്ള വാർത്തകൾ ഉണ്ട്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 7 മണിക്കൂർ പിന്നിട്ടു. കേരളത്തെ പണിമുടക്ക് വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 24 മണിക്കൂർ പണിമുടക്ക്, അതിനെ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നിലവിലെ കാസർഗോഡ് എങ്ങനെയാണ് ബസ്സുകൾ, ഈ KSRTC ഉൾപ്പെടെയുള്ള സർവീസുകൾ നടത്തുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് കാസർഗോഡ് ജില്ലയിലും പൂർണ്ണമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെ ചില വാഹനങ്ങൾ കടന്നുപോയിരുന്നു, പക്ഷേ ആരും തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഈ പണിമുടക്ക് പൂർണ്ണമായ രീതിയിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ സമയത്ത് സാധാരണ വലിയ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടാകുന്നതാണ്, പക്ഷേ ഇന്ന് വലിയ തിരക്കുകളൊന്നുമില്ല. പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് ആളുകൾ ആശ്രയിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും ബസ്സുകൾ പൂർണ്ണമായും നിരത്തിലിറങ്ങുന്നതിൽ നിന്ന് മാറിയിട്ടുണ്ട്. സമരവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. KSRTC ബസ്സുകൾ ഒന്നും തന്നെ ഇതുവരെയും വന്നു കണ്ടിട്ടില്ല. ഈ അല്പസമയത്തിനുള്ളിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് KSRTC സർവീസുകൾ ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ പണിമുടക്കിൽ നിന്ന് ചില വാഹനങ്ങൾ വിട്ടുനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു ബസ്സുകൾ പോലും കാസർഗോഡിന്റെ നിരത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കം ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ വ്യക്തമാക്കിയൊരു കാര്യം, ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ ചോറില്ല, അതുകൊണ്ട് ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ BMS അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പലരും ഉണ്ട് എന്നുള്ളതും യാത്രക്കാർക്ക് ആശ്വാസകരമാണ്. ഒരു അടിയന്തര ആവശ്യങ്ങൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിനും ഇത്തരത്തിലുള്ള ഓട്ടോ സർവീസുകൾ ഉപകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇത്തരത്തിൽ കടകമ്പോളങ്ങളും പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്.
നിലവിൽ ഇതുവരെയും ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 9 മണിയോടുകൂടി വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധ മാർച്ചും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. നിലവിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യം. KSRTC ബസ്സുകളും സ്വകാര്യ ബസ് സർവീസുകളും പൂർണ്ണമായും ഇവിടെ ഇത്തരത്തിൽ ഈ പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ്. ആളുകൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരികയും അവരുടെ കാര്യങ്ങൾ നടത്തി പോവുകയും ചെയ്യുകയാണ്. കടകമ്പോളങ്ങളും പൂർണ്ണമായ തോതിൽ അടഞ്ഞു കിടക്കുന്നത്. ദേശീയപാതയ്ക്ക് തൊട്ട് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ പാതയിലും ഇത്തരത്തിൽ പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മളുടെ വലതു ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ കർണാടക രജിസ്ട്രേഷനിലുള്ള ചില വാഹനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചരക്ക് ലോറികളും കർണാടക ഭാഗത്തു നിന്ന് വരുന്ന ചില ചരക്ക് ലോറികളും ഇതിലൂടെ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ ആരെയും ട്രേഡ് യൂണിയൻ നേതാക്കളോ മറ്റാരും തന്നെ തടയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. എന്തായാലും പണിമുടക്ക് ശാന്തമായ രീതിയിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. അവർ തീർച്ചയായും കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അബിന ചേരുന്നു. അബിന, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കേരളത്തെ വലിയ രീതിയിൽ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോടിലെ സാഹചര്യം എന്താണ്? വൃന്ദ, നിലവിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ KSRTC ബസ്സുകളെല്ലാം ഒതുക്കി വെച്ചിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ ആളുകൾ ഇപ്പോഴും വലയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് ട്രെയിൻ വന്നിറങ്ങി പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ട്രെയിൻ വന്നിറങ്ങിയതിനു ശേഷം വയനാട് ഭാഗത്തേക്കെല്ലാം പോകേണ്ട ആളുകളെല്ലാം KSRTC ബസ്സിലാണ് നിലവിൽ പോകാറുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ഭാഗത്തേക്കുള്ളവരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വലിയ ആശങ്കയിലുമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരെല്ലാം കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ എങ്ങോട്ടാ പോവാൻ? ഞാൻ രാമനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബസ് കയറി ബസ്സിന് ബോർഡുണ്ടായിരുന്നു. അപ്പോൾ വേറൊരാൾ വന്ന് ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഓടാണ് ഏറിട്ടുന്നു. അങ്ങനെ അയാൾ ആ ഡ്രൈവർ ഇറങ്ങിയാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇവരെ യൂണിയനിൽപ്പെട്ട ആളാണ്, സമരം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ എന്താണെന്ന് വെച്ചാൽ ആ ബസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഞാൻ ഇപ്പം വന്നു. ഞാൻ ഇവിടെ സെക്യൂരിറ്റി പണി എടുക്കുന്ന ആളാണ് ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിൽക്കുക. മറ്റു മാർഗമൊന്നും ഇല്ല. അപ്പം നമുക്ക് നിലവിൽ ഇല്ല, ഒരു മാർഗമില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ചോദിച്ചാൽ ചിലപ്പോൾ അത് പോവാണ്, പോയത് നിൽക്കുകയാണ്. ഇനി വീട്ടിലെത്തണ്ടേ? അപ്പം എന്താ ചെയ്യുക ഇനിയിപ്പോൾ? ഈ ബസ് ചിലപ്പം പോകുമെന്ന് പറഞ്ഞു. പോവുകയാണെങ്കിൽ അതിൽ കയറണം. അപ്പോൾ അയാൾ വഴിയിൽ നിന്ന് ഏറിട്ടെന്ന് പറഞ്ഞ ഒരാൾ ഭീഷണിപ്പെടുത്തിന്, യൂണിയനിലെ ഒരാൾ. ഡ്രൈവർ പിന്നോട്ട് പോവുമായിരുന്നു. പിന്നെ വീണ്ടും അയാൾ പറഞ്ഞപ്പോൾ ഓടുന്നു പറഞ്ഞു. തീർച്ചയായും, അതായത് ഈ ബസ് എടുക്കാൻ ചില ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഭീഷണി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകാൻ നോക്കും. ഇവിടെ ഒരു അച്ഛനും മോനും ഉണ്ട്. ചേട്ടാ എങ്ങോട്ടാ പോകും? എപ്പോഴാണ് എത്തിയത്? ഇവിടെ മോനും ഉണ്ടല്ലേ? ഞങ്ങൾ മിൽസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മോൾ അഡ്മിറ്റാണ്. അവിടുന്ന് ഇപ്പോൾ പെരുന്തൽമണ്ണക്ക് അർജൻറ്റായിട്ട് വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അവിടുന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടീനെ അവിടെ ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു ഇങ്ങനെ വണ്ടി ഓടും, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ട്രാൻസ്പോർട്ട് ഓടും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ വന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ട് 50 റുപ്യാണ് മിൽസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ ചാർജ്. അത് റിട്ടേൺ വാടക അടക്കം 100 റുപ്യ കൊടുത്തിട്ടാണ് അവിടെ ഇറങ്ങിയത്. ഇവിടെ നോക്കുമ്പോൾ ബസ്സില്ല. ആ ബസ് ഇങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഓരോട് പറഞ്ഞത് നിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ എങ്ങനെയാണെന്നുള്ള ഭീഷണിയാണ്. അതാണ്. അപ്പോൾ നിങ്ങൾ ഇനി പോകാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. അല്ലാതെ ഇപ്പം എന്താ മാർഗമല്ലല്ലോ.
തീർച്ചയായും വൃന്ദ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു KSRTC ബസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 3-4 യാത്രക്കാർ ആ ബസ്സിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. കാരണം പല സ്ഥലങ്ങളിലും KSRTC ബസ് സർവീസ് നടത്തുന്ന ബസ്സുകൾ തടയുകയും വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപാണ് മറ്റൊരു യാത്രക്കാരൻ നമ്മളോട് പ്രതികരിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ബസ് എറണാകുളം, അങ്കമാലി, ആലുവ, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ബസ് എടുക്കാൻ നിന്നൊരു സാഹചര്യത്തിലാണ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യൂണിയനിലുള്ള ഒരു വ്യക്തി കയറി എറിയും, അതുപോലെ തന്നെ ചില്ല് എറിഞ്ഞു പൊട്ടിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ യാത്രക്കാരനാണോ? അല്ലല്ല, നമ്മളെ നേതാവ് ഇതാണ്. കേന്ദ്ര സർക്കാരിന് തെറ്റായ ഒരു നിയമമാണ് അതിനൊരു സമരമാണിത്. അപ്പൊ ഇതില് ഒരുപാട് യാത്രക്കാർ വലയുന്ന ഒരു സാഹചര്യമാണ്. അതിലിപ്പോ എങ്ങനെയാണ്? നമ്മൾ യാത്രക്കാരെ വലയ്ക്കാനുള്ള സമരമല്ല, യാത്രക്കാരും കൂടി സഹകരിച്ചുകൊണ്ട് നിൽക്കേണ്ട സമരമാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് KSRTC അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല, അല്ലെങ്കിൽ നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് പിന്നീട് നിങ്ങൾ യൂണിയൻ എത്തിയിട്ടുണ്ടായിരുന്നത്. യൂണിയന്റെ CIT സംസ്ഥാന സെക്രട്ടറിയാണ്. മന്ത്രി എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞത്. മന്ത്രി സർവീസ് നടത്തണം എന്നുള്ള കാര്യമായിരുന്നു. അതിനെപ്പറ്റി അറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ സംഘടനകൾ കൃത്യമായിട്ട് പണിമുടക്ക് നോട്ടീസ് നൽകുകയും ഒരു മാസം മുന്നേ തന്നെ കൃത്യമായിട്ട് മാനേജിംഗ് ഡയറക്ടർ പണിമുടക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് തന്നെയാണ് പ്രത്യക്ഷമായിട്ടൊരു സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ ജൂലൈ 9 പണിമുടക്കുന്നുണ്ട്, KSRTCയിലും പണിമുടക്കുന്നുണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് തന്നെ മാനേജിംഗ് ഡയറക്ടർ നമ്മൾ കത്ത് കൊടുത്തിട്ടുള്ളത്. സംഘടനകൾ VMS ഒഴികെ ബാക്കി എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും. മന്ത്രിക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. മന്ത്രിക്കല്ല കത്ത് കൊടുത്തു, മാനേജിംഗ് ഡയറക്ടർക്കാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അത് മന്ത്രി എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമില്ല. എന്നുവെച്ചാൽ നമ്മൾ മാനേജിംഗ് ഡയറക്ടർക്ക്, ഒരു സ്ഥാപനത്തിലെ MD എന്ന നിലയ്ക്ക് മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു മാസം മുന്നേ പണിമുടക്ക് നോട്ടീസ് നമ്മൾ കൃത്യമായിട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത് ഒരു പ്രാവശ്യം പണിമുടക്ക് വെച്ചിട്ട് പിന്നെ മാറ്റിവെച്ച സംഭവമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ട് പണിമുടക്ക് നോട്ടീസ് നമ്മൾ നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെയും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ യൂണിറ്റ് ഓഫീസർക്കും നമ്മൾ സമരത്തിന്റെ മുന്നോടി തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വയനാട് ഭാഗത്തേക്കെല്ലാം പോകാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് പണിമുടക്ക് 1-2 ദിവസം മുന്നേ ഉണ്ടായ ഒരു പണിമുടക്കല്ല. യാത്രക്കാരും അതുപോലെ തന്നെ ജനങ്ങളും നമ്മളോട് ഇതുമായിട്ട് സഹകരിക്കണമെന്ന് മാത്രമേ നമുക്ക് ഇതായിട്ട് ബന്ധമായിട്ട് പറയാനുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ചുള്ള പ്രകാരമായിട്ട് പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും കൃത്യമായിട്ട് അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കണമെന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും നമുക്ക് ഇതിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. തടച്ചിലും കാര്യങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മളിവരെ വണ്ടി ഓടുന്നുണ്ടൊക്കെ ഉണ്ട്. അതായത് അത് പിന്നെ വിദൂര സ്ഥലങ്ങളിൽ വന്ന വണ്ടികളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. നിലവിൽ ഇനി ഈ ബസ്സുകൾക്ക് ഓടാം എന്നുള്ളൊരു ഇതുണ്ടോ, നിങ്ങൾ നൽകുന്നുണ്ടോ? അല്ല, നമ്മൾ അങ്ങനെ തടയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. തൊഴിലാളികളെയും ആ ബസ്സിലെ തൊഴിലാളികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഓടാം. വൃന്ദ, അതായത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ബസ്സുകൾക്ക് ഓടാം എന്നുള്ളതാണ്. അതായത് ഈ ചില KSRTC ബസ്സുകൾക്ക് ഇവിടെ സഞ്ചരിക്കാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കേന്ദ്രത്തിൻ്റെ ചില നയങ്ങൾക്കെതിരെയാണ് തങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു രീതിയിൽ പ്രതിഷേധിച്ച് ഇന്നിവിടെ ഈ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാം, ഈ ബസ്സിലേക്ക് ഇവിടെ നിന്നും യാത്ര പോവേണ്ട ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത്. ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പോകുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് വന്നതാണ്. ബസ് കയറാൻ നിൽക്കുന്നതല്ല? അല്ല, ഇത്തിരി ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആരോ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലഗേജൊക്കെ ആയിട്ടൊരു ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നുമില്ല, കൊയിലാണ്ടിയിലേക്കാണ്. എങ്ങനെയാ ഇപ്പോൾ പോവുക? ബസ്സില്ലല്ലോ? ഇല്ല, കൂട്ടാൻ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബസ്സില്ലാന്ന് അറിഞ്ഞതിനെ കൊണ്ട് വിളിച്ചതാണോ കൊയിലാണ്ടി? അല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. അപ്പം അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് KSRTC ബസ്സിന് വന്നതാണ്? അല്ല, ഞാൻ പ്രൈവറ്റിന് വന്നതാ. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ചില ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ എങ്ങോട്ടാ പോകുന്നത്? പോയി വന്നതാ. KSRTC ബസ്സിനാണോ? അതെ. എത്ര സമയമായി ഇങ്ങോട്ടേക്ക് എത്തി? അതെ, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. തൃശ്ശൂർ ടു കോഴിക്കോട് ബസ്സിന് വന്നു. ഈ വരുന്ന സമയത്ത് എന്തെങ്കിലും തടയലോ അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം എന്തെങ്കിലും? ഇല്ല. എല്ലാം നൈസായിട്ടാണ്.
ചില ആളുകൾ പറയുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഇവിടേക്ക് സഞ്ചരിച്ച് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതും വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ വയനാട് ഭാഗത്തേക്കും മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന ആളുകൾക്കെല്ലാം ഇവിടെ നിന്നും ബസ് കയറേണ്ടിയിരിക്കുന്നു. പക്ഷേ ആവശ്യത്തിനുള്ള ബസ്സുകളൊന്നും തന്നെ നിലവിൽ ഈ ഒരു സ്റ്റാൻഡിൽ ഇല്ല. കാരണം ഇവിടെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴേക്കും ഇവിടെ നിന്നും ബസ് പലയിടങ്ങളിലേക്കായി പോകാറുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ബസ്സുകളുടെ ലഭ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ആളുകളെല്ലാം തന്നെ വെയിറ്റിംഗിലാണ് ബസ്സിന് വേണ്ടിയിട്ട്. ട്രേഡ് യൂണിയൻ സെക്രട്ടറി അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ആലുവ എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സിലെ ഡ്രൈവറെ യൂണിയനിലുള്ള ചില ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായിരുന്നു. മോനെ എങ്ങോട്ടാ പോണേ? എവിടെ പോവാ? ചെത്തകടവോ? ഇവിടെ എന്താ ഇരിക്കുന്നത്? ബസ്സിന് വെയിറ്റ് ചെയ്യാണോ? കുടുംബം എവിടെയാ? ഉമ്മയൊക്കെ എവിടെയാ? അവിടെ ഉണ്ടോ? ബസ് കിട്ടിയോ? ബസ്സിനാണോ പോകുന്നേ? ബസ്സിനല്ലേ? ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണോ? ഇവിടെ ചെത്തുകടവ് ഭാഗത്തേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ചെറിയൊരു മോന്. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ കുറച്ച് ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്. ചേട്ടൻ എങ്ങോട്ടാ പോകാൻ നിൽക്കുന്നത്? എവിടെ പോകുന്നത്? കണ്ണൂരേക്കാ. കണ്ണൂരിലേക്ക്. എവിടുന്ന് ബസ്സിനാ പോകുന്നത്? ബസ്സില്ല, അതുകൊണ്ട് ട്രെയിനിന് പോകണം. ഇനി ഇരുന്ന് ട്രെയിനിന് പോവുകയാണ്, ബസ്സില്ലാത്തത് കൊണ്ട്. അപ്പൊ കണ്ണൂരിൽ എത്തിയിട്ട് പിന്നെ എങ്ങനെ ചെയ്യാ? കണ്ണൂരിൽ നിന്ന് പിന്നെ ടൗണിൽ തന്നെ. അപ്പൊ കുറെ നേരമായോ ഇവിടെ വന്നിട്ട്? കുറെ നേരമായി. അപ്പൊ ബസ്സില്ലാന്ന് പറഞ്ഞിട്ട് ഇനി ട്രെയിനിന് പോവാണ്. ഇതും മറ്റൊരു സാഹചര്യം തന്നെയാണ്. കൂടെയുള്ള ആൾ തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് സാഹചര്യം. അതായത് ഇവിടെ നിന്നും കണ്ണൂരിലേക്ക് KSRTC ബസ്സിന് പോകേണ്ട ആളുകളാണ്. പക്ഷേ ബസ്സില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഇവർ കണ്ണൂരിലേക്ക് ട്രെയിൻ കയറിയാണ് യാത്ര തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബസ്സില്ലാന്ന് അറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? ബസ് ഉണ്ടോ? എന്താ ബസ് ഉണ്ടാവും പറഞ്ഞിട്ടാ വന്നേ ഇരിക്കുന്നത്. എപ്പോൾ വരുമെന്നാ പറയുന്നത്? വലിയ ലൈൻ ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ലല്ലോ, തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നത്. അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഉണ്ടാവുന്നതാണോ? അല്ല, തൃശ്ശൂർ കണ്ണൂർ പോകുന്ന ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏകദേശം എത്ര സമയത്തിനകം വരും പറയുന്നില്ല. വേറെ ആളെ സേഫ് ഉണ്ടാക്കിയവര്. ഓക്കെ, നിങ്ങൾ എവിടേക്കാ വന്നിട്ടുണ്ടെന്ന്? കോഴിക്കോട് ഒരു അമ്പലത്തിൽ വന്നവിടെ. അപ്പൊ എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തിയത്? 7 മണിക്ക്. ഇത്ര സമയം വെയിറ്റ് ചെയ്യണമെന്നെങ്കിലും ഒന്നും പറഞ്ഞില്ല, കുത്തിരിക്കരിഞ്ഞ. ഓക്കെ, അവർ വെയിറ്റിങ്ങിലാണ്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയം തന്നെയാണ്. ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? മാനന്തവാടിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ വയനാട് ഭാഗത്തേക്കൊന്നും ബസ്സില്ലല്ലോ? ഇപ്പോൾ ഇല്ലാന്നാ പറയുന്നത്. എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാ, വേറെ വണ്ടി വരുന്ന നോക്കിക്കോ. നിങ്ങളെ സംബന്ധിച്ച്, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ബസ് മാർഗം മാത്രമേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണ് കാണുന്നത്? എന്ത് ചെയ്യാനാ, വേറെ വണ്ടി നോക്കണം, അല്ലാണ്ട് എന്താക്കാനാ. എവിടെന്നാ വരുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരും. ഇനി ബസ് വരുന്നത് വരെ, ഇനിയിപ്പോൾ വൈകിട്ട് വരെ ആണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുവാന്നുള്ളതാണ്. ചെയ്യണോ? ഇല്ലെങ്കിൽ വേറെ നോക്കണം. വേറെ ഇല്ല, വല്ല ക്യാബ് എങ്ങാനും ബുക്ക് ചെയ്ത് പോകേണ്ടി വരും. വയനാട്ടിലേക്ക് ക്യാബ് ബുക്ക് ചെയ്തു? അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുമല്ലേ. മൊത്തത്തിൽ പണി കിട്ടി എന്നുള്ളത്, എട്ടിൻ്റെ പണി കിട്ടി എന്നുള്ളതാണ് യാത്രക്കാരും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം ബാധിക്കുന്നത്. കാരണം ഇവിടെ നിന്നും വയനാട് ഭാഗത്തേക്ക് പോകാൻ മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റ് കണ്ണൂർ ഭാഗത്തേക്കും അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തേക്കെല്ലാം തന്നെ ട്രെയിൻ മാർഗ്ഗം പോകാമെങ്കിലും വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും KSRTC ബസ്സോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ബസ്സുകളോ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ യാത്ര സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും ഈ യാത്ര മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇത് തന്നെയാണ് യാത്രക്കാരും പറയുന്നത്, 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കോഴിക്കോടും ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് പണിമുടക്ക് പോകുന്നത്. കൂടുതലായിട്ടും ആളുകൾ KSRTC സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. വയനാട് ഭാഗത്തേക്ക് എത്തുന്ന ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, നിലവിൽ
എങ്ങനെയാണ് പണിമുടക്ക് തിരുവനന്തപുരത്തെ ബാധിച്ചിരിക്കുന്നത്? വൃന്ദ, ദേശീയ പണിമുടക്കിൽ പൂർണ്ണാർത്ഥത്തിൽ തലസ്ഥാനം സ്തംഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. നഗരം സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ. സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ഓടുന്നുണ്ട്. അത്യാവശ്യമായിട്ടുള്ളവരൊക്കെ തന്നെ തങ്ങളുടെ കാറിൽ പോകുന്ന ആവശ്യമൊക്കെ എഴുതി വെച്ച് ഓടുന്നുണ്ട്. അതല്ലാതെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ ഓടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് തമ്പാനൂരാണ്. ഇവിടെ നമുക്ക് KSRTC ഡിപ്പോ ഉണ്ട്, തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ KSRTC ബസ്സുകളൊന്നും ഓടി തുടങ്ങിയിട്ടില്ല, സർവീസുകൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മന്ത്രി KSRTC ബസ്സുകൾ ഓടും, അവർക്ക് പ്രശ്നമില്ല, KSRTCക്ക് പ്രശ്നമില്ല, ജീവനക്കാരൊക്കെ തൃപ്തികരമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുകയും ഡയസ്നോൺ ഉൾപ്പെടെ KSRTCയും സർക്കാരും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ INTUC, CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നുള്ളത് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇപ്പോൾ നമുക്ക് ഡിപ്പോയിൽ നോക്കുമ്പോൾ KSRTC ബസ്സുകളൊന്നും തന്നെ അങ്ങനെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം സെൻട്രലാണ്. KSRTC ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നില്ല. തിരുവനന്തപുരത്തെ അപേക്ഷ നോക്കുമ്പോൾ ഇന്നലെ സ്വകാര്യ ബസ് പണിമുടക്കായിരുന്നു. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ആ പണിമുടക്ക് ബാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇന്നലെ നിരത്തിലിറങ്ങുകയും സാധാരണഗതിയിൽ അവർ നടത്താറുള്ള സർവീസുകളൊക്കെ തന്നെ ഇന്നലെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ റോഡിലേക്ക് നോക്കുമ്പോൾ അത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ കാണുന്നില്ല, KSRTC ബസ്സുകളും കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത, പോലീസ് വാഹനങ്ങൾ, പോലീസ് ബസ്സുകൾ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആശ്വാസകരമായിട്ട്. അത് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മറ്റ് RCC അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട രോഗികൾക്കും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർക്കും സഹായപ്രദമാകുന്ന രീതിയിൽ പോലീസ് ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിലിറക്കിയിരിക്കുന്നത്. പോലീസ് ബസ്സിൽ യാത്രക്കാരെ മെഡിക്കൽ കോളേജിലേക്കും RCCയിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിൽ അവിടേക്ക് പോകുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടിലാകരുത് എന്നത് കണക്കിലെടുത്താണ് പോലീസുകാർ തന്നെ ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അത് മുൻകൂട്ടി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് പോലീസിന്റെ ബസ് ഉണ്ടാകുമെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പണിമുടക്കാണ്. 10 ട്രേഡ് യൂണിയനുകൾ ചേർന്ന് രാജ്യവ്യാപകമായിട്ട് ഇന്നിപ്പോൾ പണിമുടക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ CIT ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാവിലെ മുതൽ തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ എന്ന പോലെ തന്നെ അവർ ഈ ആളുകളെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് നോക്കിയാൽ, അതിപ്പോൾ സിറ്റിക്ക് അകത്തായാലും മറ്റ് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ആയാലും ഓട്ടോകൾ സജീവമായിട്ടുണ്ട് രാവിലെ മുതൽ എന്നുള്ളത് തന്നെയാണ്. അവർ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. പണിമുടക്കിന്റെ ഭാഗമാകുന്നില്ലേ? ആവുന്നുണ്ട്. രാവിലെ ഓട്ടോയൊക്കെ നിരത്തിലിറങ്ങി ഓട്ടോ ഒതുക്കിയിട്ടേ നിരത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ ഓട്ടോകൾ എല്ലാ ദിവസത്തെയും പോലെ ഓടുന്നുണ്ട്. എല്ലാ ദിവസത്തെ പോലെ ഓടുന്നില്ല. ഇനിയിപ്പം അതിന്റെ ജാതിയും കാര്യങ്ങളൊക്കെ വരുമ്പോ എല്ലാം ഒതുക്കും. രാവിലത്തെ ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. അല്ലാതെ പണിമുടക്കിൽ പങ്കാളികളാവുകയാണ്. നമ്മളെല്ലാം പങ്കാളി തന്നെ. നമ്മളാവശ്യമല്ലേ, നമ്മൾ നിൽക്കേ പറ്റുള്ളൂ. ചേട്ടൻ എങ്ങനെയുണ്ട്? പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ? പണിമുടക്ക് ബാധിക്കാൻ എല്ലാവർക്കും ബാധിക്കുന്നു. എന്തായാലും ഓട്ടോറിക്ഷകൾ രാവിലെ മുതൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഓട്ടോറിക്ഷകൾ കാണാമെന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല. അപ്പോൾ ആ യാത്രക്കാരെ കൂടി ഓട്ടോറിക്ഷയിൽ കയറ്റി അവരുടെ യഥാസ്ഥാനത്ത് എത്തിക്കുന്നുണ്ട്. എന്തായാലും അവർ പറയുന്നത് രാവിലത്തെ ഒരു ഓട്ടം മാത്രമാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. മറ്റ് ജാഥയും കുറച്ചധികം സമയം കൂടി കഴിയുമ്പോൾ ഓട്ടോറിക്ഷകൾക്ക് ഒതുക്കും, തങ്ങൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ KSRTCക്ക് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിരവധി യാത്രക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. ബസ്സുകളൊക്കെ തന്നെ ഇതുവരെയും സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ പൂർണ്ണമായിട്ടും സർവീസ് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ സംഘടനകളും ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന ഒരു KSRTC ബസ് തടഞ്ഞിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും പോവാനാണോ? ഞാൻ തൊടുപുഴയ്ക്ക് പോകാനാ. എവിടെ നിന്ന് വന്നതാ? തൊഴുവൻ തന്നെ, മൂലവാട്ടത്തെ വീട്, അവിടെ നിന്ന് വന്നതാ. ബസ്സുണ്ടോ? ഒരു ബസ് ഇട്ടേക്കുന്നില്ല, ഫ്രണ്ട് ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അകത്ത് ബസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ബസ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന. അവരോട് ചോദിച്ചു പറഞ്ഞു ബസ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ഇറക്കത്തില്ല, അതുകൊണ്ട് ബസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പോകാൻ പറ്റാൻ നിൽക്കുവാണ്. എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ. പണിമുടക്കാണെന്ന് അറിഞ്ഞില്ലായിരുന്നോ?
അല്ല, പണിമുടക്കാണെന്ന് നേരത്തെ ഇങ്ങനെ വന്നു. പക്ഷേ എന്നാൽ പോലും ഗതാഗത മന്ത്രി പറഞ്ഞല്ലോ, ഗണേഷ് കുമാർ സാർ പറഞ്ഞിരുന്നു പണിമുടക്ക് അറിയിച്ചിട്ടില്ല, ബസ് ഓടുമെന്ന് പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ചു വന്നതാ. മന്ത്രി പറയുന്നത് നമ്മൾ വിശ്വസിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ വന്നു. ഇനിയിപ്പോ ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇനിയിപ്പോ എന്താ? ഇന്ന് വണ്ടി ഓടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞേ പോക്ക് നടക്കുള്ളൂ. എവിടെന്നാ വന്നത്? എവിടെന്നാ? മൂലമറ്റം. ആ ബസ് തൊടുപുഴയിലേക്ക് പോവേണ്ട ബസ്സാണ്, KSRTC ബസ്. അത് തടഞ്ഞിട്ടേക്കുകയാണ് ഡിപ്പോയ്ക്കകത്ത്. അതായത് ബസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ KSRTC ബസ്സുകളൊക്കെ തന്നെ അകത്തുനിന്നുള്ള ഒരു ബസ്സിനും പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. ആ ബസ്സും പുറകിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിരവധിയായിട്ടുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നു. KSRTC ബസ് എടുക്കാൻ ജീവനക്കാർ തയ്യാറായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങും, അവർക്ക് പണിമുടക്ക് ബാധകമല്ല എന്നുള്ളത് മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ പറയുകയും KSRTCയും സർക്കാരും ഉൾപ്പെടെ ഡയസ്നോൺ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ആ വാക്ക് വിശ്വസിച്ച് എത്തിയ യാത്രക്കാരാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ബസ് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് പ്രകാരമാണ് അവർക്ക് യാത്ര മുടങ്ങേണ്ടതായിട്ട് വന്നത്. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സാണ്. അതിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെ സർവീസ് നടത്താൻ സജ്ജമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ബസ് ഈ ഡിപ്പോയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്താലാണ് ഈ സർവീസ് മുടങ്ങിപ്പോയത്. ദീർഘദൂര യാത്രക്കാരാണ് ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യാത്രക്കാരൊക്കെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബസ് എടുക്കാൻ പറ്റില്ല. ഇല്ല, അത് അവിടെ അറിയിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എന്താ ഇപ്പൊ പറയുന്നത്? എന്താ അവര് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ വിടും, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ വിടുള്ളൂ. നിങ്ങൾ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നോ? പോലീസിനെ അവർ ബന്ധപ്പെട്ടു, യാത്രക്കാർ ബന്ധപ്പെട്ടു, സ്റ്റേഷൻ മാസ്റ്റർക്ക് ബന്ധപ്പെട്ടു. അപ്പൊ എന്താ കിട്ടിയ വിവരം? കിട്ടിയ വിവരമൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ല. എന്തായാലും അവർ വന്ന ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ പോകും. പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ പോവാൻ തയ്യാറാണ്. ഞങ്ങളെ ജീവന് ആര് സമാധാനം പറയും? എവിടേക്ക് പോകാനാ? എനിക്ക് വടശ്ശേരി പോകാനാണ്. വടശ്ശേരി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നമില്ല. എനിക്ക് ഇവിടെ നമ്മളെ മാർത്താണ്ഡത്ത് അവിടെ എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് പോകണ്ടേ? ഇവിടെ നിന്ന് രാവിലെ ഒരു നാറുകോവിൽ പോയെന്ന് പറയാനായിട്ട് ഇതുവരെയ്ക്കും ഒരു ബസ്സില്ല. വേറെ ഒന്നുമില്ല. നമുക്കിവിടെ മാർത്താണ്ഡത്ത് അവിടെ എവിടെയെങ്കിലും പോയി ബസ് അവിടം വരെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറി പോവാം. പിന്നെ അവിടം വരെ ബൈക്കിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമ്മൾ പോകണം? ഈ പെട്രോൾ അടിച്ച് ട്രെയിനിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ട്രെയിൻ നിർത്തില്ല. ജോലി ആവശ്യത്തിനാണ്. പണിമുടക്കാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. പണിമുടക്കാണല്ലോ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പ്രശ്നമില്ല സജീവേ, എൻ്റെ വിളിച്ചു പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ അവിടെ നിന്നും കാണില്ല. അതുമാത്രമല്ല നമ്മൾ ഇവിടെ നിന്നുള്ള ബസ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ബസ് ഇങ്ങോട്ട് വിടണില്ലെന്ന് പറയാനായിട്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാനില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസത്തെ അത്യാവശ്യ ജോലിയും കൊണ്ടാണ്. അവർക്ക് 2 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കാനുള്ള വർക്കാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അവരോട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വേറെ ചേട്ടൻ എങ്ങോട്ടാ? KSRTC ഡ്രൈവർ. എന്ത് പോലീസിനെയൊക്കെ അറിയിച്ചിട്ട് എന്താ ഇപ്പോൾ കിട്ടുന്ന വിവരം? ഞാൻ തമിഴ്നാട് കുളശ്ശേരി പോകേണ്ട ബസ്സാണ്. നേരത്തെ കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് തടഞ്ഞിട്ടിരിക്കുകയാണ്. പോകാൻ അനുവദിക്കുന്നില്ല. ഇവർ നമ്മളെ സ്വന്തം റിസ്ക്കിലാണെങ്കിൽ പോകാൻ അതെങ്ങനെ പോകാൻ പറ്റും? നമ്മൾ ബദലി ജീവനക്കാരാണ്. ഇതൊരിക്കും കഴിഞ്ഞ മാസത്തെ സാലറി പോലും തന്നിട്ടില്ല. രാവിലെ ഇവിടെ ഈ ജനങ്ങൾ വന്നപ്പോഴത്തേക്ക് ബാത്റൂം വരെ ഇവർ അടപ്പിച്ചാണ് യൂണിയൻകാർ. ഒരുപാട് ബുദ്ധിമുട്ടി ജനങ്ങളൊക്കെ, ഈ ട്രെയിനിലൊക്കെ വന്നവരൊക്കെ. നമുക്കിപ്പോൾ ഇത് ആഹാരം കഴിക്കാനും കടയും ഇല്ല. നിങ്ങളിപ്പോൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നില്ല? ഇല്ല, നമ്മൾ ബദലി ജീവനക്കാരാണ്. സർവീസുമായിട്ട് നേരത്തെ കയറി വന്നതാണ്. ഇവിടെ നിന്ന് കുളച്ചിൽ പോകേണ്ട ബസ്സാണ്. വെളിയിൽ ബോർഡ് വെച്ചിട്ടൊക്കെയാണ്. ഇപ്പൊ മന്ത്രി ഗണേഷ് കുമാറൊക്കെ പറഞ്ഞത് KSRTC പ്രൊട്ടക്ഷനും ഇല്ല. അവർ പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞു. ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ഇപ്പോൾ പോലീസുകാരൊക്കെ കൈയൊഴിഞ്ഞു. നമ്മളങ്ങനെ ആഹാരം കഴിക്കാൻ പോലും വഴിയില്ലാതൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. എന്താ അവസ്ഥയെന്ന് അറിയാതിരിക്കും. തിരിച്ച് നെയ്യാറ്റങ്കരയിലെങ്കിലും കൊണ്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നെയ്യാറ്റങ്കരയിൽ കൊണ്ട് ഒതുക്കിയിട്ടെങ്കിലും വീടുകളിൽ പോകാമായിരുന്നു. വീട്ടിലും പോകാൻ പറ്റുന്നില്ല. എപ്പോൾ ഇവർ വിടുവോ അപ്പോഴേ പോകാൻ പറ്റും.
ആ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അതായത് ഈ ബസ്സിലെ യാത്രക്കാർ മാത്രമല്ല, യാത്രക്കാരൊക്കെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഈ ബസ് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. യാത്രക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ ഒക്കെ പറഞ്ഞതിന്റെ ഒരു വിശ്വാസത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഈ ബസ്സിലെ തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. അവർ ബദൽ ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് പോലീസ് സംരക്ഷണം നൽകി കഴിഞ്ഞാൽ സർവീസ് നടത്തും എന്നുള്ള തീരുമാനത്താൽ തന്നെയാണ് രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ കാണാം. പക്ഷേ ഈ ബസ് യാത്രക്കാർക്ക് ഇനി എങ്ങനെ പോകും, എത്തരത്തിൽ അവർ സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള സംശയത്താലൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഈ ഡിപ്പോയ്ക്ക് ചുറ്റും റോഡിലൊക്കെ തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. കാരണം ഇനി എന്ത് ചെയ്യണം, എങ്ങനെ പോവും എന്നൊന്നും അറിയില്ല. KSRTC ബസ്സുകൾ ഒന്നും തന്നെ ഡിപ്പോയ്ക്ക് പുറത്തേക്ക് സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ആകെ സിറ്റിക്കകത്ത് ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും അവശ്യ സർവീസ് നടത്തുന്ന മറ്റ് കാറുകളും ഒക്കെ തന്നെ നിരത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദീർഘദൂര യാത്രക്കാർ എങ്ങനെ ഇനി അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുമെന്നുള്ള സംശയത്താൽ നിൽക്കുകയാണ്. പോലീസ് പ്രൊട്ടക്ഷൻ നൽകി കഴിഞ്ഞാൽ തങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ബസ്സിലെ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ പോലീസിനെ ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ KSRTCയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം റിസ്കിലാണെങ്കിൽ സർവീസ് ആരംഭിച്ചോളൂ എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. പക്ഷെ അത്തരത്തിൽ സ്വന്തം റിസ്കിൽ പോകാൻ അവരും തയ്യാറല്ല. കാരണം ഇപ്പോൾ ഈ ബസ് ഇവിടെ തടഞ്ഞതുപോലെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ തടയുകയോ അല്ലെങ്കിൽ സമരക്കാർ അത്തരത്തിൽ എന്തെങ്കിലും സംഘർഷമൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ സ്വന്തം നിലയിൽ ആ റിസ്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഈ യാത്ര തുടരാനും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ബസ്സിൽ നിന്ന് യാത്രക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ബദൽ മാർഗമൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്തായാലും പൂർണ്ണാർത്ഥത്തിൽ തലസ്ഥാനം ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ സ്തംഭിച്ചിട്ടില്ല എന്നെങ്കിൽ കൂടിയും KSRTC ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നതായിരിക്കും. ഡയസ്നോൺ ഒന്നും തന്നെ ജീവനക്കാർ വകവെക്കുന്നില്ല. അത് ഗതാഗത വകുപ്പിന് കൂടി ഒരു അടിയായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ CIT ഉൾപ്പെടെയുള്ള LDF സർക്കാർ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പണിമുടക്കാണ്. ആ പണിമുടക്കിൽ സർക്കാരിലെ തന്നെ ഗതാഗത വകുപ്പ് തീർച്ചയായും തിരുവനന്തപുരത്ത് പണിമുടക്ക് പൂർണ്ണമായും ജനജീവിതം സ്തംഭിച്ചിട്ടില്ല. ഇപ്പോൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ വിനയ ചേരുന്നുണ്ട്. വിനയ, നിലവിൽ ചെറിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? വൃന്ദ, ഇപ്പോൾ KSRTC ഡിപ്പോയിലാണ് നമ്മളുള്ളത്. ഇത് കോഴിക്കോടിലോട്ട് പോകേണ്ട ഒരു ബസ്സാണ്. ആ ബസ്സിനാണ് ഇപ്പോൾ INTUC നേതാക്കൾ തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ 5 മണിയോടെ പോകേണ്ട ബസ്സാണ്. ഈ ബസ് ഇപ്പോൾ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. KSRTC ഡിപ്പോയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൊതുപണിമുടക്ക് അല്ലെങ്കിൽ പൊതുപണിമുടക്കാണ്. ഇന്ന് പൊതുപണിമുടക്കിനെ അനുകൂലിച്ചിട്ടുള്ള തൊഴിലാളി സംഘടനകളാണ് ഈ ബസ് ഇപ്പോൾ തടഞ്ഞു നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വൈറ്റില ഹബിലോട്ടും മറ്റും പോയപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ദീർഘദൂര സർവീസുകളെല്ലാം തന്നെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ KSRTCയിലേക്ക് അല്ലെങ്കിൽ KSRTC ഡിപ്പോയിലേക്ക് വരുമ്പോഴാണ് ഒരു KSRTC ബസ്സിനെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, ഈ ബസ് തടഞ്ഞു നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇത് തടഞ്ഞിട്ടില്ല. യാത്രക്കാരില്ലാതെ പോകാൻ വേണ്ടി പോയി. അതാണ് സംഭവിച്ചത്. അത് 5 മണിക്ക് പോകേണ്ട ബസ്സായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 12:30ക്കാണ് വണ്ടി വന്നത്. ഞങ്ങൾ പറഞ്ഞതാണ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടി അവരത് പറഞ്ഞതാണ്. അവരന്ന് ആ സമയത്ത് വില്ലിങ് ആയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സമയമായപ്പോൾ അവർ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ വാശി പിടിച്ചപ്പോൾ നിങ്ങൾ ഈ അനുകൂലികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണോ പറയുന്നത്? തടഞ്ഞു വെച്ചിട്ടില്ല. യാത്രക്കാരില്ലാത്ത കാരണം സർവീസ് പോകണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവർക്ക് അപ്പോൾ ഇതൊരു പ്രശ്നമില്ല. നേരത്തെ തന്നെ ഈ ബസ് സ്റ്റേഷൻ്റെ അകത്ത് ആരെങ്കിലും ഒരു യാത്രക്കാരൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരു യാത്രക്കാരൻ ഇന്ന് പ്രഖ്യാപിച്ച സമരമല്ല ഇത്. ഒരു സമരം നടക്കുമ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡ് വക യാത്രക്കാരുള്ള സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുകയും യാത്രക്കാർ ഇല്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കണമെന്ന് വാശി പിടിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്.
അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് ഈ പൊതു പണിമുടക്കിനെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ്. പൊതു പണിമുടക്കിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ചാണക സംഖ്യകളുടെ ഒരു പരിപാടിയാണ്. അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഈ ഡിപ്പോയിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു ബസ് സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ല. മറ്റു ബസ് സർവീസുകളടക്കം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. യാത്രക്കാരൊന്നും തന്നെ ഇതുവരെയും ഈ ഡിപ്പോയിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വൈറ്റ്ല ഹബ്ബിലും മറ്റുമാണെങ്കിൽ ദീർഘദൂര സർവീസുകളടക്കം തന്നെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആണെങ്കിലും മറ്റ് കോട്ടയത്തേക്കുള്ള സർവീസുകളാണെങ്കിലും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പോൾ ഈ ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം? ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് സർവീസ് കോഴിക്കോടേക്ക് പോകേണ്ടതാണ്. അത് സർവീസ് പോകുമ്പോൾ ഇവർ ഇവിടുന്ന് തടഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ. അവര് പറയുന്നത് യാത്രക്കാരില്ലാതെ വെറും ഒരു വാഹനം മാത്രം പോവുകയാണ്, അതുകൊണ്ടാണ് തടഞ്ഞത് എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. അല്ല, അത് പറയുന്നത് ശരിയല്ല. കാരണം ഇത് റിസർവേഷൻ ഉള്ള വണ്ടിയാണ്. ഇത് മുന്നേ റിസർവേഷൻ ചെയ്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 4 പേരുണ്ട്. ഇവിടുന്ന് വണ്ടിയിൽ 4 പേര് കയറിയിട്ടുണ്ടായിരുന്നു. വണ്ടി പോകില്ലെന്ന് കണ്ടപ്പോൾ അവരിറങ്ങിപ്പോയതാണ്. പിന്നെ ഈ റിസർവേഷൻ ചെയ്ത ആൾക്കാരുടെ യാത്ര മുടങ്ങി. ഈ പോലീസ് പ്രൊട്ടക്ഷൻ തന്നു വെച്ച വാഹനം എടുക്കാൻ തയ്യാറാണോ? അതെ, തയ്യാറാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇല്ല. ഇപ്പോൾ ഈ വാഹനം മാത്രമേ ഇവിടെ നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. മറ്റു വാഹനങ്ങളടക്കം ഇപ്പോഴും ഓടാതെ അവരെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമരത്തെ പ്രതികൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞങ്ങൾ ഈ സമരത്തിന് അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ KST BMSന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഇത് അതർ ഡിപ്പോ, അതായത് കോഴിക്കോട് ഡിപ്പോൻ്റെ ഇവിടുത്തെ ഞങ്ങൾക്ക് കൂടുതൽ അറിയാനില്ല. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ തയ്യാറാണ്. അതിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയാൽ ഞങ്ങളിപ്പം സർവീസ് നടത്തും. പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയ സർവീസ് നടത്തുമെന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. BMS അനുകൂലിയായിട്ടുള്ള സംഘടനയാണ്. അതായത് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഇന്ന് ഈ പൊതു പണിമുടക്ക് നടത്തുന്നത്. അതിൽ CITU INTUC നേതാക്കളാണ് ഈ ബസ് തടഞ്ഞു നിർത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. BMS അനുകൂലിയായി, അതായത് ഈ സമരത്തെ പണിമുടക്കിനെ പിന്തുണയ്ക്കാത്ത ആളാണ് ഈ ഡ്രൈവറായിട്ടുള്ളത്. പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയ ഈ വാഹനം എടുക്കാൻ തയ്യാറാണ് എന്നാണ് ഇദ്ദേഹം അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. റിസർവേഷനുള്ള ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ അനുകൂലികൾ വാഹനം തടഞ്ഞത് മൂലം തന്നെ പല യാത്രക്കാരും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നും മറ്റുമായി യാത്രക്കാരെ എടുക്കേണ്ടതുണ്ട്. 12 മണിക്ക് മറ്റും പോകേണ്ട ഒരു വാഹനമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മറ്റു വൈറ്റ്ലയിൽ നിന്നുള്ള സർവീസുകളടക്കം തന്നെ തിരുവനന്തപുരത്തേക്കും കോട്ടയത്തേക്കുമുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. KSRTC ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടിലോട്ട് പോകേണ്ട ബസ്സാണ്. ആ ബസ്സാണിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, കൊച്ചിയിലടക്കം തന്നെ സർവീസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ബസ്സുകൾ വരെ പിടിച്ചിരുന്ന KSRTC തടയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് തുടരുന്നത്. 24 മണിക്കൂറിൽ 7 മണിക്കൂർ പിന്നിട്ടു. 8 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ദേശീയ പണിമുടക്ക് തുടരുന്നു. സർക്കാർ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയാൽ പോലും തടയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭാഗികമായി ജനങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ.